ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഞായറാഴ്ച വൈകുന്നേര സമയം ഈ നിലയിൽ ഈ ടവർ ശാലോമിൽ ഈ ഹാളിൽ ഇങ്ങനെ കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം തന്ന അനുകൂലമായ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ട്രിവാൻഡ്രം ബ്രദറൻ ഫെലോഷിപ്പിൻ്റെ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ വരവേൽക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ മിനിസ്ട്രിയിൽ ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് അനുഭവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടവരുത്തി. ഇന്നും ദൈവത്തിൻ്റെ വചനത്തിന് മുൻപായി ഇരിക്കുവാനാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് നാം ഏവരും അറിയുന്ന പോലെ തിരുമല അസംബ്ലിയിലുള്ള പ്രിയ കർത്തൃദാസൻ സത്യരാജ് അവറുകളാണ് നമ്മളോടൊന്ന് വചനം സംസാരിക്കുവാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ളത്. പ്രിയ സഹോദരനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയ സഹോദരൻ്റെ പ്രസൻസ് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ്. നാം ഏവരോടും പ്രാർത്ഥനയോടെ ഇരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മോട് സംസാരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഈ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായിട്ട് കിളിമാനൂരിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റ് സാംജി അവറുകൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് തുടങ്ങാം. അതിനുശേഷം 2 പാട്ടുകൾ പ്രിയമകൾ അക്സ സന്തോഷ് കൊട്ടാരക്കര പാടുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് എല്ലാവരും ചേർന്ന് പാടുന്ന 2 പാട്ടും കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഓർപ്പിച്ചുകൊള്ളുകയാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ സായം സന്ധ്യയിൽ ദൈവമക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ഒത്തൊരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം എല്ലാ അനുകൂല സാഹചര്യങ്ങളും കർത്താവ് ഒരുക്കി നൽകിയതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ദിവസം ദൈവത്തിൻ്റെ എല്ലാ കൃപയും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. അങ്ങയുടെ ആശ്വാസത്തിനും അങ്ങയുടെ കരുതലുകൾക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിനും കൃപയ്ക്കും ദീർഘക്ഷമയ്ക്കുമായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. കർത്താവെ, TBF ഒരുക്കിയ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങൾക്ക് ഒത്തൊരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ കർത്താവെ, TBFന് അനേകം ദൈവമക്കളെ കൂട്ടി വരുത്തി ഈ രീതിയിലുള്ള കർത്താവെ ബൈബിൾ സ്റ്റഡികൾ ക്രമീകരിക്കുവാൻ തക്കവണ്ണം നേതൃത്വം നൽകുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചുവല്ലോ. അനേകം വ്യക്തികൾക്ക് കടന്നു വന്ന് ദൈവവചനം കേട്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം സഹായിച്ചു. അനേകം ദൈവദാസന്മാർക്ക് കടന്നു വചനം ശുശ്രൂഷിക്കുവാൻ ദൈവം സഹായിച്ചു. നന്ദിയോടെ ഞങ്ങളത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവെ, ഇന്ന് വൈകുന്നേര സമയത്തും ഈ രീതിയിൽ ഞങ്ങൾ കൂടി വന്നിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാൻ അങ്ങയുടെ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപയും കൃപാവരങ്ങളും നൽകി സഹായിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്കും ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ദൈവം ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം വചനം സംസാരിക്കുന്ന ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ, വചനം നൽകി പ്രിയദാസനെ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഏറിയ ദൈവകൃപ നൽകിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ട് മാറ്റമില്ലാത്ത വചനം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവെ, അത് ഞങ്ങൾ കേട്ട് മറന്നു പോകുന്നവരായിട്ടല്ല, മറിച്ച് ഞങ്ങളുടെ ക്രിസ്തീയ പ്രായോഗിക ജീവിതത്തിൽ ഞങ്ങൾ അത് ഉൾക്കൊള്ളുവാനും കർത്താവെ, വിജയകരമായ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. വചനം സംസാരിക്കുന്ന ദൈവദാസനെയും ദൈവം എടുത്തുപയോഗിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും വഴിമതിയായിരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെയും കർത്താവ് തക്ക സമയത്ത് എന്നെ കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ.
ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രിവാൻഡ്രം ബിലീവേഴ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ചു വരുന്ന ബൈബിൾ ക്ലാസ് പരമ്പരകളിൽ എനിക്കും ഭാഗവാക്കാകുവാൻ ലഭിച്ച കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഇന്നത്തെ പഠന വിഷയം നിങ്ങൾ അറിഞ്ഞതാണ്. കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ഗ്രഹിക്കുക. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ദ വിൽ ഓഫ് ലോർഡ് ഈസ്. ഇതിനെ അടിസ്ഥാനമാക്കിയാണെങ്കിലും വളരെ ലളിതമായ ചില ചിന്തകളാണ് എനിക്കിന്ന് ഷെയർ ചെയ്യുവാനായിട്ടുള്ളത്. പ്രാരംഭമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ എഴുതി GLS പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം. രൂത്ത് എന്ന ബൈബിളിൻ്റെ ആ പുസ്തകത്തിലെ ഒരു പഠന ഗ്രന്ഥമായിട്ട് പ്രകാശനം ചെയ്തിട്ടുള്ളതാണ്. ഇതേതാണ്ട് 1.5 വർഷമായി ഈ ഹാളിൽ ഷാലോം ടവറിൽ വെച്ചാണ് ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെട്ടത്. അന്ന് കോവിഡ് ആയതുകൊണ്ട് വലിയ പബ്ലിസിറ്റിയൊന്നും കൊടുക്കാതെ ചുരുങ്ങിയ പേരിൽ ഇവിടെ വെച്ച് ഓൺലൈനായിട്ട് ജോയ് ജോൺ സഹോദരനാണത് പ്രസിദ്ധീകരിച്ചത്. അത് ആവശ്യമുള്ളവർക്ക് ഞാനൊരു 3 കോപ്പിയെ കൊണ്ടുവന്നിട്ടുള്ളൂ. ആവശ്യമുള്ളവർക്ക് അത് എന്നെയോ അല്ലെങ്കിൽ ഫിന്നി ബ്രദറിനെയോ ജെയിംസ് വർഗി സാറിനെയോ കോൺടാക്റ്റ് ചെയ്താൽ അത് ലഭ്യമാക്കുവാനായിട്ട് ഉത്സാഹിക്കുന്നതാണ്. മറ്റൊരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ ക്ലാസ്സിലേക്ക് കടക്കട്ടെ. ഈ വരുന്ന 27-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 6:30 മണിക്ക് എൻ്റെ രണ്ടാമത്തെ മറ്റൊരു പുസ്തകം പ്രകാശനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അനുകരണീയനായ വിശ്വസ്ത പ്രവാചകൻ ശമൂവേൽ. അതും പബ്ലിഷ് ചെയ്യുന്നത് GLS തന്നെയാണ്. വരുന്ന 27-ാം തീയതി 6:30 മണിക്ക് തിരുമല സഭാ ഹാളിൽ വെച്ച് അതിൻ്റെ പ്രകാശനം റിലീസ് നടക്കുകയാണ്. GLSനെ പ്രതിനിധീകരിച്ച് കോശി മാത്യു ബ്രദർ കടന്നു വരുന്നുണ്ട്. മറ്റു ചിലരും ഉണ്ടാകും.
നിങ്ങളെയും ഞാൻ ആ പ്രത്യേകമായ അതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. സൗകര്യം പോലെ കടന്നു വരുവാനായിട്ട് ഉദ്ദേശിക്കുക. ആ പുസ്തകവും പ്രകാശനത്തിന് ശേഷം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. നമുക്ക് വചന പഠനത്തിലേക്ക് തിരിയാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 15 to 17. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുക. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു വരുന്നു. അതിന് ചില കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. നമ്മൾ അജ്ഞാനികൾ ആകരുത്, ജ്ഞാനികൾ ആയിട്ട് നടക്കണം. മാത്രമല്ല അതിന് കാരണം പറയുന്നത് ഇത് ദുഷ്കാലമാണ്, അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കാം? ബുദ്ധിഹീനർ ആകാതെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം നാം ഗ്രഹിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സഭാപ്രസംഗിയിൽ 11-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നുണ്ടല്ലോ, ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കും എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുവിൻ, ഏറെ നാൾ കഴിഞ്ഞ് അത് തിരികെ ലഭിക്കും എന്ന് പറഞ്ഞു വന്നതിന് ശേഷം പറയുന്ന ഭാഗമാണ് എന്ന് തോന്നുന്നു. ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കും എന്ന് അറിയുന്നില്ലല്ലോ. നാളെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നറിയുന്നില്ല. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അതിൻ്റെ തന്നെ സഭാപ്രസംഗി തന്നെ 12:1 നാം വായിക്കുന്നുണ്ടല്ലോ, യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അതാണ് പറ്റിയ സമയം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ സമയത്ത് ദൈവത്തിനെ അറിയുക, ദൈവത്തിനെ സ്വീകരിക്കുക, അവന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ, ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളുവിൻ. ഇതൊക്കെ നമുക്ക് ഭയനിർദ്ദേശങ്ങൾ നൽകുന്ന വാക്യങ്ങളാണ്. കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളോടുകൂടെ ഇരിക്കും. എത്ര കാലം നമുക്ക് ഇങ്ങനെയൊക്കെ സ്വാതന്ത്ര്യത്തോടുകൂടെ ദൈവവചനം പഠിക്കുവാനും പ്രഘോഷിപ്പിക്കുവാനും ആത്മാക്കളെ നേടുവാനുമൊക്കെയുള്ള അവസരമുണ്ട് എന്നുള്ളത് നാം അറിയണം എന്ന് ഈ പൗലോസ് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. അടുത്ത് പറഞ്ഞു വരുന്നത് ബുദ്ധിഹീനർ ആകരുത്. ബുദ്ധിഹീനർ ആകരുത്. ആരാണ് ഈ ബുദ്ധിഹീനർ? ബുദ്ധിഹീനർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ഗ്രഹിക്കാത്തവർ ആണ് ബുദ്ധിഹീനർ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നാം ഗ്രഹിച്ചിട്ടില്ല എങ്കിൽ നാം ബുദ്ധിഹീനരാണ്. അപ്പോൾ ബുദ്ധിയുള്ളവരാരാണ്? ദൈവഹിതം ശരിയായി ഗ്രഹിക്കുന്ന വ്യക്തി, സമയം ശരിയായി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ബുദ്ധിയുള്ളവർ അല്ലെങ്കിൽ ജ്ഞാനികൾ. ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതാണെങ്കിലും ഞാനത് വിടുകയാണ്. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിക്കണം. എല്ലാവരെക്കുറിച്ചും കർത്താവിന് ഇഷ്ടമുണ്ട്. ഈ ഭൂമിയിലെ എല്ലാവരെക്കുറിച്ചും ദൈവത്തിന് ഇഷ്ടമുണ്ട്. എന്താണ് ഇഷ്ടം? ആരും നശിച്ചു പോകരുത്. ആരും നശിച്ചു പോകരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അത് എല്ലാവരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിനാണ് ഈ നശിച്ചു പോകാതെ അവരെ നേടുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ദൈവമക്കളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്, സുവിശേഷം പ്രഘോഷിപ്പാൻ ആയിട്ട്. എന്നാൽ എൻ്റെ പ്രധാനമായിട്ടുള്ള വിഷയം വിശ്വാസികളെ ഊന്നി ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിശ്വാസികൾ ആയ ദൈവമക്കൾ ആയ എല്ലാവരെക്കുറിച്ചും ദൈവത്തിന് പൊതുവായ ചില ഇഷ്ടങ്ങളുണ്ട്.
അത് നമ്മൾ അറിയണം. വിശ്വാസികളായ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടുള്ള എല്ലാവരെ കുറിച്ചും ദൈവത്തിന് പൊതുവായ ചില ഇഷ്ടമുണ്ട്. അത് നമ്മൾ അറിയാവുന്നതാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയും ജീവനുമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ ദൈവഹിതം നമ്മൾ തിരിച്ചറിയണം. അതിനായിട്ട് മനസ്സ് പുതുക്കം പ്രാപിക്കണം. ശരിയായൊരു മനസ്സ് രൂപാന്തരം പ്രാപിക്കാതെ, പുതുക്കം പ്രാപിക്കാതെ നമുക്ക് ദൈവഹിതം പലപ്പോഴും മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. തെസ്സലോനിക്കരുടെ 1-ാം ലേഖനം 4-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇതൊക്കെ ദൈവത്തിന് നമ്മെ എല്ലാവരെയും കുറിച്ച് പൊതുവായ ഇഷ്ടങ്ങളാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. നാം വിശുദ്ധിയോടുകൂടെ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് പറയുന്നത് പോലെ നാം വിശുദ്ധിയോടുകൂടെ ജീവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവഹിതം ഗ്രഹിച്ചറിയണം. മാത്രമല്ല, നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് നാം വിശുദ്ധിയോടുകൂടെ ഈ ഭൂമിയിൽ ആയിരിക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ തെസ്സലോനിക്കരുടെ ലേഖനം 5-14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം, എല്ലാവരെ കുറിച്ചുള്ള ഇഷ്ടമാണ് അവിടെ ഞാൻ പൊതുവായിട്ട് പറയുന്നത്. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം, ബലഹീനരെ താങ്ങണം, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കണം, എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്യണം, എപ്പോഴും സന്തോഷിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയുന്നത്, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ക്രിസ്തുയേശുവിലുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം, ബലഹീനരെ താങ്ങണം, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നോക്കണം, എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്യണം, മാത്രമല്ല സന്തോഷിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ ഇഷ്ടം. ഇത് എല്ലാവരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. പൊതുവെ എല്ലാവരും ഇപ്രകാരമൊക്കെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, എന്നെക്കുറിച്ച് പ്രത്യേകമായി ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ വിശ്വാസികളും ഇപ്രകാരം തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ ഇഷ്ടവും. എന്നാൽ എന്നെക്കുറിച്ച്, ദൈവമേ, എന്നെക്കുറിച്ച് പ്രത്യേകമായ ചില ഇഷ്ടങ്ങളും ചില ആഗ്രഹങ്ങളും ഉണ്ട്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ദൈവത്തിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ച് അറിയണം. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം. അത് എങ്ങനെ അറിയാം എന്നുള്ളതിലേക്കൊന്നും ഞാനിന്ന് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ കടന്നു പോകാറുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു പോകാറുണ്ട്. എന്തിനു വേണ്ടിയാണ് ദൈവസന്നിധിയിൽ നാം പലപ്പോഴും കടന്നു പോകുന്നത്? നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവസന്നിധിയിൽ പറയാൻ, അല്ലെങ്കിൽ നമ്മുടെ ചില മോഹങ്ങളുമായിട്ട്, നമ്മുടെ കുറേ ഇഷ്ടങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കലാണ് ചെല്ലുന്നത്. ഇതാണ് പൊതുവെ നമ്മുടെയൊക്കെ സ്വഭാവം. ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം പറയാം, ഇല്ലേ? ദൈവത്തിൻ്റെ അടുക്കൽ നമ്മൾ ചെല്ലുന്നത്, എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട് കർത്താവേ, എനിക്ക് ഇന്ന ആവശ്യമുണ്ട് കർത്താവേ, എൻ്റെ ഇഷ്ടം ഇന്നതാണ് കർത്താവേ, അത് നടത്തി തരണം, എനിക്ക് ഇന്നതുപോലെ പഠിക്കണം, എനിക്ക് ഇന്ന ഒരു ജോലി വേണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാ, ഇതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാ. അത് നിവർത്തിച്ചു തരണം എന്ന ആവശ്യവുമായിട്ടാണ് നാം പലപ്പോഴും, അല്ലെങ്കിൽ മിക്കപ്പോഴുമൊക്കെ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാറുള്ളത്. എന്നാൽ ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടം
എന്താണെന്ന് അറിയുവാനായി നാം എപ്പോഴെങ്കിലും ദൈവസന്നിധിയിൽ പോയിട്ടുണ്ടോ? നാം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. നമ്മുടെ ഇഷ്ടങ്ങൾ, കുറേ മോഹങ്ങളുമായിട്ട് നാം ദൈവസന്നിധിയിൽ കടന്നു പോകാറുണ്ട്. ഒരുപക്ഷെ ആ മോഹങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടങ്ങളൊക്കെ ദൈവം സാധിപ്പിച്ച് തരികയും ചെയ്യും. അത് സാധിപ്പിച്ചു തരുമ്പോൾ വേറെ ആഗ്രഹങ്ങൾ വരും. സമൃദ്ധി ലഭിക്കും തോറും മോഹം ഇങ്ങനെ വർദ്ധിച്ച് വരികയാണ്. എന്നാൽ എന്നെക്കുറിച്ച് ദൈവത്തിന് ചില ഇഷ്ടങ്ങളുണ്ട്. അത് വെളിപ്പെട്ട് കിട്ടുവാൻ, അത് അറിയുവാൻ, നാം ഓരോ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ, ദൈവമേ ഇത് അങ്ങയുടെ ഇഷ്ടമാണോ എന്ന് അറിയുവാനായിട്ട് ദൈവസന്നിധിയിൽ നാം കടന്നു പോകാറുണ്ടോ? നാം ഒരു ആഗ്രഹം മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ഒരു ഇഷ്ടമുണ്ട്. അത് കുഴപ്പമില്ലാത്ത ഇഷ്ടമൊക്കെ ആയിരിക്കാം. എന്നാൽ എന്നെക്കുറിച്ച് ദൈവമേ അത് ആഗ്രഹിക്കുന്നുണ്ടോ? അതറിയാനായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ പോകാറുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബന്ധം ദൈവവുമായിട്ടില്ല എങ്കിൽ നാമും ദൈവവുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ശരിയായ ഒരു തരത്തിലുള്ളതല്ല. എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടിയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? നമുക്ക് കിട്ടുന്നതിൻ്റെ ഓഹരിയൊക്കെ ദൈവനാമ മഹത്വനായിട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ അതൊന്നുമല്ല ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് നിദാനം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ദൈവത്തെ പലരും ഒരു വെൻഡിങ് മെഷീനായിട്ട് കണക്കാക്കാറുണ്ട് അല്ലേ? എന്താ വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ? ഇവിടെയൊക്കെ എപ്പോഴും ഉണ്ട്, ഗൾഫിലെ നാടുകളിൽ ഇഷ്ടം പോലെ കാണാനായിട്ട് കഴിയും. പല സാധനങ്ങൾ ഒരു ഇതിൽ വച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ആ സാധനത്തിൻ്റെ പ്രൈസ് അവിടെ എഴുതിയിരിക്കും. ആ പ്രൈസ് അവിടെ ഇട്ടിട്ട് ആ നമ്പർ ഞെക്കുമ്പോൾ ആ സാധനം നമുക്ക് ലഭിക്കും ഇല്ലേ? നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുന്നത്, ദൈവമേ എനിക്ക് ഇന്ന സാധനം വേണം, എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ള ഒരു താല്പര്യത്തോടു കൂടി. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ നമ്മളൊക്കെ ഒരു വെൻഡിങ് മെഷീനായിട്ട് കണക്കാക്കുന്നു എന്ന് മാത്രമേ പറയാറുള്ളൂ. എന്നാൽ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് വെളിപ്പെട്ട് കിട്ടുവാൻ, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട് തുടങ്ങുമ്പോൾ, അത് എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ബന്ധമാണോ, എന്നെക്കുറിച്ച് ദൈവം താല്പര്യപ്പെടുന്നതാണോ എന്ന് നാം ദൈവത്തോട് അന്വേഷിക്കാറുണ്ടോ? ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ, വിദ്യാഭ്യാസത്തിന് വേണ്ടി നാം മുതിരുമ്പോൾ, അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, ഇത് എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതാണോ എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ പോകണം. ആത്മാർത്ഥമായി പോകുമെങ്കിൽ ശരിക്കും അത് ലഭിക്കും. നമ്മൾ ഈ ലോകത്തിൽ പിതാക്കന്മാരുണ്ട്, മക്കളുണ്ട്. മക്കൾ എപ്പോഴും വന്ന് പിതാവിനോട് ചോദിക്കുന്നു. അവർക്ക് ആവശ്യമുള്ളത് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അത് കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഈ പിതാവ് മക്കൾക്ക് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധമെങ്കിൽ എത്രത്തോളം നിലനിൽക്കും? മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. എനിക്ക് മക്കളുണ്ട്, ഇവിടെ ഇരിക്കുന്ന പലർക്കും മക്കളുണ്ട്, പലരും മക്കളാണ്. ഈ പിതാവിനെ നാം മാനിക്കുകയും എൻ്റെ ഭൂമിയിലെ അപ്പനെ മാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ നിവർത്തിച്ചു തരുന്നത് കൊണ്ട് മാത്രമാണെങ്കിൽ, പിതാവും പുത്രനും അപ്പനും മകനും തമ്മിലുള്ള ബന്ധം എന്ത് ബന്ധമാണ്? എന്ത് ബന്ധമാണ്? എന്നാൽ അതിൽ കവിഞ്ഞ് എനിക്ക് എൻ്റെ മക്കളെക്കുറിച്ച് ചില ഇഷ്ടങ്ങളുണ്ട്. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കണം, എൻ്റെ മക്കൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് എൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹമുണ്ട്. അത് മക്കളിലൂടെ നിവർത്തിക്കപ്പെടുമ്പോഴാണ് എൻ്റെ ഇഷ്ടം നടപ്പാകുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ടാകുന്നത്. ഇനി അഥവാ മക്കൾക്കൊരു താല്പര്യമുണ്ട്, അത് വന്ന് പിതാവിനോട് പറയുന്നു, അപ്പന് ഇഷ്ടം ഉണ്ടോ, ഇത് നല്ലതാണോ എന്നുള്ള ഉപദേശം സ്വീകരിച്ച് അത് ആണ് നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നല്ലതാണ്. ഇത് തന്നെയാണ് നമുക്കുള്ള പിതാവ്. നമ്മൾ ഈ പ്രാർത്ഥിപ്പാനായിട്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രയോഗമുണ്ടല്ലോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. നമ്മുടെ എല്ലാവരുടെയും പിതാവാണ്. ഇഹലോകത്തിലെ പിതാവിന് തൻ്റെ മക്കളെക്കുറിച്ച് ചില മോഹങ്ങളും പ്രതീക്ഷകളുമൊക്കെ ഉണ്ടെങ്കിൽ, തൻ്റെ ഏകജാതനായ
പുത്രനിലൂടെ, പുത്രന്റെ രക്തത്തിലൂടെ വീണ്ടെടുത്ത് മക്കളും അവകാശികളുമാക്കിയിരിക്കുന്ന എന്നെയും നിന്നെയും നിങ്ങളെയും കുറിച്ച് പിതാവിനും ചില ഇഷ്ടങ്ങളുണ്ട്, ചില ആഗ്രഹങ്ങളുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. നാം ഈ ഭൂമിയിലെ മക്കൾ, പിതാക്കന്മാർക്ക് തങ്ങളുടെ മക്കളെക്കുറിച്ച് ചില ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമുണ്ട്. അതവരിലൂടെ നടപ്പിലാകണം, അവർ അങ്ങനെ ആകണമെന്നുള്ള ആഗ്രഹം ഉള്ളതുപോലെ തൻ്റെ ഏകജാതനായ പുത്രന്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് പിതാവിൻ്റെ മക്കളും അവകാശികളുമാക്കി തീർത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പിതാവിന്, ആത്മീക പിതാവിന്, സ്വർഗത്തിലെ പിതാവിന്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ പിതാവിന് എന്നെക്കുറിച്ചും നമ്മെ ഓരോരുത്തരെ കുറിച്ചും ചില ഇഷ്ടങ്ങളുണ്ട്. അത് നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം ഒന്ന് എടുത്ത് നോക്കിക്കോളൂ, എല്ലാം വായിക്കാനുള്ള സമയം പോരാ. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 28 മുതൽ 32 വരെ കർത്താവ് പറയുന്ന ഒരു ഉപമയാണ്. എല്ലാവർക്കും അറിയാവുന്നതാ, നോക്കിക്കൊണ്ടാൽ മതി. അവിടെ 2 പുത്രന്മാരുടെ അനുസരണത്തെക്കുറിച്ചാണ് പറയുന്നത്. 2 പുത്രന്മാരുടെ അനുസരണത്തെക്കുറിച്ചാണ്. ഒന്നാമത്തെ പുത്രനോട് പറയാണ്, അപ്പൻ ചെന്നിട്ട് ഒന്നാമത്തെ മകൻ്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക. ഇതാണ് ആവശ്യം. അപ്പൻ്റെ ആഗ്രഹം ഇതാ, എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക. മകൻ്റെ മറുപടി എന്താ? എനിക്ക് മനസ്സില്ല. എടുത്ത് അഴി പറയുകയാണ്, എനിക്ക് മനസ്സില്ല. അപ്പൻ്റെ ഹൃദയം എത്ര വേദനിച്ച് കാണും. പക്ഷേ ഈ മകനൊരു വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അയ്യോ, കുറച്ച് കഴിഞ്ഞപ്പോഴവന് പശ്ചാത്താപം തോന്നി, കുറ്റബോധം തോന്നി. അയ്യോ, എൻ്റെ അപ്പൻ എന്നോട് എന്നാൽ കഴിയുന്ന ഒരു കാര്യമാണല്ലോ പറഞ്ഞത്. അത് എൻ്റെ മുന്തിരിത്തോട്ടമാണല്ലോ, പിതാവിൻ്റെ മുന്തിരിത്തോട്ടമാണല്ലോ, അതിൽ വേല ചെയ്യേണ്ടത് എൻ്റെയും കൂടെ അവകാശമാണല്ലോ, കടമയാണല്ലോ. അത് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച് അവൻ പിന്നത്തേതിൽ പോയി അപ്പൻ്റെ വാക്ക് അനുസരിച്ചു. ഇനി 2ാമത്തെ മകനെ കുറിച്ച് അവിടെ പറയുന്നത് എന്താണ്? 2ാമത്തെ മകനെ കുറിച്ച് അടുക്കൽ ചെന്നിട്ട് പറയാണ്, മകനെ, അവനെ മകനേന്ന് തന്നെ, എല്ലാവരും മകനേന്ന് തന്നെ വിളിക്കുന്നത്. മകനെ, ഇന്ന് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക. മകൻ എന്താ പറഞ്ഞത്? യെസ്, ഞാൻ പോകാം. അവിടെ ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഐ ഗോ സാർ. പിതാവെ എന്നല്ല വിളിക്കുന്നത്, ഐ ഗോ സാർ, ഞാൻ പോകാം. പക്ഷേ എന്ത് ചെയ്തു? അവൻ പോയില്ല. ഇതിൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത മകൻ ആരാണ്? പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത മകൻ ആരാണ്? 1ാമത്തെ മകനാ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു. അധരം കൊണ്ട് മുറിപ്പെടുത്തി, ആദ്യം വാക്കുകൊണ്ട് മുറിപ്പെടുത്തി, അതും പാടില്ലാത്തതാ. അരുളി ചെയ്യണമേ അടിയൻ എന്നുള്ള മനോഭാവത്തോടു കൂടെ വേണം നാം ദൈവത്തിൻ്റെ വാക്കുകൾ, വചനങ്ങൾ ശ്രവിക്കുവാനും അനുസരിക്കുവാനും. തിരിച്ച് പാടില്ല, പറ്റില്ല എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. എന്നാൽ ഈ മകനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത്, അവൻ ഒരു നല്ല ഹൃദയമുള്ള മകനാണ്. എന്നാൽ മറ്റവനോ, 2ാമത്തെ മകനോ കപടഭക്തിക്കാരനാണ്. പോകാമെന്ന് പറയുന്നു, ഞാനത് ചെയ്യാമെന്ന് പറയുന്നു, അത് അനുസരിക്കുന്നില്ല. ഇതിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അപ്പൻ്റെ ഇഷ്ടം നിർവഹിച്ചത് ആദ്യത്തെ മകനാ. അവൻ ആദ്യം അതിനെ തിരസ്കരിച്ചുവെങ്കിലും അത് പിന്നത്തേതിൽ അനുസരിച്ചു. അവൻ കപടഹൃദയമുള്ളവനല്ല, അവൻ നല്ല ഹൃദയമുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് അവൻ പിന്നീട് പശ്ചാത്തപിച്ച് നിറവേറ്റിയത്. കപടഭക്തർ ആയിട്ടുള്ള വ്യക്തികൾ പിതാവ് പല കാര്യങ്ങളും പറയുമ്പോൾ, ദൈവവചനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുമ്പോൾ, ഞാനത് ചെയ്തു കൊള്ളാമെന്ന് പറയുകയും പിന്നത്തേതിൽ ചെയ്യാതിരിക്കുകയും ചെയ്യും. അത് കപടഭക്തിയാണ്, പരീശന്മാരുടെ ഭക്തിയാണ്. ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നത് അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ദൈവം അത് വെറുക്കുന്നതാണ്. ഒരിക്കലും അത് അങ്ങനെ ആകുവാനായിട്ട് പാടില്ല. പ്രിയമുള്ളവരെ, നാം ദൈവഹിതം നിറവേറ്റുന്നതിൽ നമ്മുടെ മനോഭാവം എന്താണ് എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പലരും ഞാനത് ചെയ്തു കൊള്ളാമെന്ന് പറയുകയും അല്ലെങ്കിൽ ദൈവവുമായിട്ട് ചില കാര്യങ്ങൾ നാം ഒത്തു വയ്ക്കുകയും ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തിട്ട് ജീവിതത്തിൽ പിന്നെ അത് മറന്ന് അത് ചെയ്യാതെ പോകുന്നത് കപടഭക്തിയാണ്. അതൊരിക്കലും പാടില്ലാത്തതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ
ദൈവ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതിന് നാം എത്രത്തോളം മനസ്സ് വയ്ക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്നെ ഒരു കഥാപാത്രത്തിലേക്ക് ഈ ചിന്ത ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കൊണ്ടുപോയി. ഇസ്രായേലിലെ ഒരു ന്യായാധിപനായിരുന്ന വ്യക്തിയാണ് ഇബ്താഹ്. ഇസ്രായേലിലെ ന്യായാധിപന്മാരെ കുറിച്ച് 11 ന്യായാധിപന്മാരെ കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും 12ാമത്തെ ന്യായാധിപൻ ശമൂവേൽ പ്രവാചകൻ, അതാണ് ഞാൻ പബ്ലിഷ് ചെയ്യുന്ന ബുക്ക്. അപ്പോൾ ഈ ഇബ്താഹ് അമോന്യർക്കെതിരെ യുദ്ധത്തിന് പോകുവാനായിട്ട് തിരഞ്ഞെടുത്തു. അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവൊക്കെ വന്നു എന്ന് വായിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നതിന് മുമ്പ് ഈ ഇബ്താഹ് ദൈവവുമായിട്ട് ഒരു നേർച്ച തീർന്നു. നേർച്ച എന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. നേർച്ച നേർന്നു. ന്യായാധിപന്മാർ 11:30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. നീ അമോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിൽക്കൽ നിന്ന് എന്നെ എതിരേറ്റു വരുന്നത് യഹോവയ്ക്കുള്ളതാകും. ഇതാണ് നേർച്ച. ശ്രദ്ധിക്കണേ, ദൈവസന്നിധിയിലെടുത്ത നേർച്ചയാണ്. നീ നേർന്നാൽ നിവർത്തിക്കാൻ താമസിക്കരുത്. നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ ദൈവവചനത്തിൽ പറയുന്ന കാര്യമാണ്. ഈ ഇബ്താഹ് ഒരു കഠിനമായ നേർച്ച ഇവിടെ നേർന്നു. എന്ത് സംഭവിച്ചു നമുക്കറിയാം. യുദ്ധം ജയിച്ച് മടങ്ങി വന്നപ്പോൾ തന്നെ എതിരേറ്റു വന്നത്, തപ്പോടും നൃത്തത്തോടും കൂടെ എതിരേറ്റു വന്നത് ആരാണ്? തൻ്റെ ഏക സന്തതി, തൻ്റെ ഏകപുത്രി. അങ്ങനെ തന്നെ അവിടെ പറയുന്നുണ്ട്. മറ്റു മക്കളൊന്നുമില്ല, ആൺമക്കളോ പെൺമക്കളോ വേറെ ആരുമില്ല. ഏക സന്തതിയാണ് തന്നെ എതിരേറ്റ് വന്നത്. ഈ മകളെ കണ്ട ഉടനെ തന്നെ തൻ്റെ ഹൃദയം ഞെട്ടിപ്പോയി. അയ്യോ, എൻ്റെ മകളെ നീ എൻ്റെ തല കുനിയിച്ചു, നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ. ഞാൻ പറഞ്ഞുപോയി, എനിക്ക് ചെയ്തുകൂടാ. ഇബ്താഹിൻ്റെ ആ മനസ്സ് നോക്കണേ. മകൾ വന്നു, എന്നിട്ടും ആ നേർച്ച നേരുന്നതിൽ നിന്നും പിന്മാറാനായിട്ടുള്ള ആഗ്രഹമില്ല. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത് അതല്ല, ആ മകളുടെ ആ ഭാവമാണ്. മകളെന്താ പറയുക? ഇതിന് മകളുടെ പ്രതികരണം അതാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടത്. 11:36 ന്യായാധിപന്മാർ 11:36. അപ്പ യഹോവയോട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ യഹോവ നിനക്ക് വേണ്ടി നിന്റെ ശത്രുക്കളായ അമോന്യരോട് പ്രതികാരം നടത്തിയിരിക്കിയാൽ നിന്റെ വായിൽ നിന്നും പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക എന്ന് പറഞ്ഞു. നിന്റെ വായിൽ നിന്നും പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക. ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഈ ഏകപുത്രിയുടെ ഭാവി ഇതാ അടയാനായിട്ട് പോവുകയാണ്. അവിടെ എൻ്റെ ചരിത്രം നമ്മൾ ശരിയായിട്ട് തരത്തിൽ പരിശോധിക്കുക. ഹോമയാഗമായിട്ട് കർപ്പിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ആജീവനാന്തം ദൈവാലയ ദാസിയായിട്ട് പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ചെയ്തത്. അത് ആ സന്ദർഭങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവിടെ കാണാനായിട്ട് സാധിക്കും. അല്ലാതെ നരഹത്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് അത് ശരിയായി പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാലും പിന്നെ ഒരു ഭാവിയില്ല. ദൈവാലയ ദാസിയായിട്ട് ദൈവത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു മകളായിട്ട് വിവാഹം പോലും ചെയ്യുവാൻ കഴിയാതെ വണ്ണം നിത്യകന്യകയായിട്ട് ഇരിക്കേണ്ട ഒരു സ്ഥിതിയാ. അതെല്ലാം അറിയാവുന്ന ഈ മകൾ പറയുകയാണ്, അപ്പാ നീ ദൈവത്തിനോട് പറഞ്ഞല്ലോ, എന്നാൽ ഇപ്പോൾ ആ ശത്രുക്കളെയൊക്കെ അടക്കി ജയിച്ച് കടന്നു വരികയാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ വായിൽ നിന്നും പുറപ്പെട്ടതുപോലെ എന്നോട് ചെയ്യുക. ഈ മകളുടെ ആ അനുസരണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അപ്പൻ്റെ ആ ഹിതത്തിന്, അത് തൻ്റെ ഇഷ്ടത്തിന് വിപരീതമാണ് എന്നറിഞ്ഞിട്ട് പോലും, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടം പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും ദൈവമേ, ഞാൻ അങ്ങയെ അനുസരിക്കുന്നു, അങ്ങയുടെ ഹിതത്തിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു. ഇതാണ് ദൈവഹിതം ഗ്രഹിക്കുക എന്ന്. പിതാവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദൈവ ഇഷ്ടം, കർത്താവിൻ്റെ ഇഷ്ടം ഗ്രഹിക്കുക എന്നുള്ളത്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. അത് ആഗ്രഹിക്കുന്ന കാര്യം നിവർത്തിക്കണമെങ്കിൽ പലപ്പോഴും നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എനിക്ക് എന്തു സംഭവിക്കും എന്നുള്ളതല്ല. അത് ഞാൻ അനുസരിച്ചാൽ
അതിന് വഴങ്ങിയാൽ എനിക്കെന്ത് സംഭവിക്കും എന്നുള്ളതല്ല നാം ചിന്തിക്കേണ്ടത്. അത് നിമിത്തം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമോ, മഹിമപ്പെടുമോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോഴും ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചത് അത് തന്നെയാണ്. പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. സങ്കീർത്തനം 40:8. ദൈവത്തിൻ്റെ ഇഷ്ടം അത് നിറവേറ്റുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനത് വിപരീതമായിരിക്കും. നമ്മുടെ ഇഷ്ടം അവിടെ നടക്കില്ല. എന്നാലും അതനുസരിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുകയും നമ്മുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുകയും ചെയ്യും. കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് ഗ്രഹിച്ച് അതിന് വഴിപ്പെടുവാൻ നമുക്ക് മനസ്സുണ്ടോ? കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ അവിടെ പഠിപ്പിക്കുമ്പോൾ ആവശ്യപ്പെട്ടത് ഒരു കാര്യമുണ്ട്. മത്തായി 6-ാം അധ്യായം, മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആരുടെ പ്രാർത്ഥന ഇത്? കർത്താവിൻ്റെ പ്രാർത്ഥനയാണോ? അല്ല, ശിഷ്യൻ്റെ പ്രാർത്ഥന, ഒരു യഥാർത്ഥ ശിഷ്യൻ്റെ പ്രാർത്ഥന. ഈ ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം അവിടെ നിന്ന് വായിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിച്ച് തീർന്ന ശേഷം ഒരു ശിഷ്യൻ അടുത്ത് വന്ന്, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്നാവശ്യപ്പെട്ടു. അപ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതാണ്, ഇവണ്ണം പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അതിൻ്റെ താഴോട്ട് വരുമ്പോൾ കാണുന്നതാണ്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ സ്ഥാപിതമാകേണ്ടത് എങ്ങനെയാണ്? നമ്മിൽ ഓരോരുത്തരിലും കൂടെയാണ്. അതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിലൂടെ വേണം ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റപ്പെടുവാൻ, ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറേണ്ടത്. കർത്താവ് ആ ഇഷ്ടം തന്നിലൂടെ നിവർത്തിക്കപ്പെട്ടു. അത് പൂർണ്ണമായിട്ട് നിവർത്തിച്ചു. യോഹന്നാൻ സുവിശേഷം 4:34 യേശു ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എനിക്ക് ആഹാരം. അത് സന്ദർഭം നമുക്കറിയാമല്ലോ. സമരിക്കാരത്തിയുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർ ആഹാരം കൈക്കൊള്ളാനായിട്ട് പോയി. കർത്താവിന് വിശക്കുകയും ചെയ്തു. ആഹാരം കൈക്കൊണ്ടിട്ട് തിരികെ വന്നിട്ട് ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ആഹാരം എനിക്ക് കഴിപ്പാനായിട്ട് ഉണ്ട്. അയ്യോ, ഇതെവിടെ നിന്ന് കിട്ടി? ഇതിനിടയ്ക്ക് ഒരാഹാരം. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. എൻ്റെ ഇഷ്ടം ദൈവത്തിനെ കൊണ്ട് ചെയ്യിക്കുന്നതല്ല, ദൈവഹിതപ്രകാരമുള്ളത് ലഭിച്ച് അതിൻ പ്രകാരം ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ദൈവഹിതം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് ഗെത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥിച്ചത് അത് തന്നെയാണ്. എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ. അതിന് കർത്താവിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും മാറ്റിവെച്ച് സ്വന്തം ഇഷ്ടം വെടിഞ്ഞു. മാത്രമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടം പലപ്പോഴും മാറ്റിവെക്കേണ്ടി വരും. മാത്രമല്ല, മറ്റുള്ളവരുടെ ഇഷ്ടവും മാറ്റിവെക്കേണ്ടി വരും. എന്നെക്കുറിച്ച് എൻ്റെ ഭാര്യയ്ക്കൊരു ഇഷ്ടം കാണും. അതൊരു പക്ഷേ ദൈവ ഇഷ്ടത്തിന് വിപരീതമാണെങ്കിൽ ആ ഇഷ്ടവും എന്നിലൂടെ നടപ്പിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുവാനായിട്ട് പാടില്ല. അതാണ്, മറ്റുള്ളവരുടെ ഇഷ്ടം ദൈവ ഇഷ്ടത്തിന് തടസ്സമാകാനായിട്ട് പാടില്ല. നമുക്കറിയാമല്ലോ, യോസേഫിനെ കുറിച്ച് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. യോസേഫ് അവിടെ ആ പോത്തിഫറിൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് വിട്ടോടിയത് പോത്തിഫറിൻ്റെ ആ ഇഷ്ടം അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ പെടുന്നതല്ല എന്നറിഞ്ഞ് താൻ അത് വിട്ടോടുകയാണ്. ആ ഇഷ്ടത്തിന് വഴങ്ങിയില്ല. അവിടെ പറയുന്നുണ്ട്, ദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? നാം പലപ്പോഴും ദൈവ ഇഷ്ടം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടി വരും, അത് വിട്ട് ഓടേണ്ടി വരും. അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. ദൈവ ഇഷ്ടം നിറവേറ്റുവാൻ സാത്താൻ്റെ ഇഷ്ടത്തിനും വഴങ്ങുവാനായിട്ട് പാടില്ല. ഈ രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ച് പറയുന്നത് പിശാചിൻ്റെ മക്കളെന്നാണ്. പിശാചിൻ്റെ മക്കളാണ്. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 44 നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു.
എന്നാൽ അങ്ങനെയുള്ള പിശാചിൻ്റെ ഇഷ്ടങ്ങളും നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. അതിനും വഴിപ്പെടുവാനായിട്ട് പാടില്ല. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിൻ്റെ തന്ത്രങ്ങളുമായി പിശാചിൻ്റെ ഇഷ്ടങ്ങൾ നമ്മിലേക്ക് കൊണ്ടുവരുവാൻ ഇച്ഛിച്ച് കടന്നു വരുമ്പോൾ അതിൽ നിന്ന് നാം ഓടിപ്പോകേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ, ഗ്രഹിക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ ആഗ്രഹിച്ച പലരും ഉണ്ട്. അപ്രകാരമുള്ള ഒരു കുടുംബമാണ്, അതിനെ വിശദീകരിച്ച് പറയാനുള്ള സമയമില്ലല്ലോ, മനോഹയുടെ കുടുംബം. മനോഹ എല്ലാവർക്കും അറിയാവുന്ന ഒരു കുടുംബമാണ്, മനോഹയും ഭാര്യയും. ഈ മനോഹയുടെ കുടുംബത്തിലാണ് ശിംശോൻ പിറക്കുന്നത്. ദൈവം ആ കുടുംബത്തിനോട് എങ്ങനെ സംസാരിപ്പാനായിട്ടിടയായി? ആ കുടുംബം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് അവർ തങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. മനോഹയുടെ കുടുംബം ന്യായാധിപന്മാരുടെ പുസ്തകം 13:8 അവിടെ പറയുന്നുണ്ട് മനോഹയുടെ കുടുംബം. അതുപോലെ തന്നെ മോശ ദൈവ ഇഷ്ടത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ചു. യോശുവ ദൈവ ഇഷ്ടത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ചു. ഈ മനോഹയുടെ ഭാര്യയ്ക്ക് ദൈവം പ്രത്യക്ഷനായി ആ കാര്യമെന്ന് പറഞ്ഞതിന് ശേഷം ഈ മനോഹയും ഭാര്യയും കൂടെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിച്ചത്? കർത്താവേ, നീ അയച്ച ദൈവപുരുഷനെ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാനിരിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ദൈവം മനോഹയുടെ പ്രാർത്ഥന കേട്ടു. ദൈവഹിതം തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, മകന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല. അത് നൽകുമെന്ന് പറഞ്ഞത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. എന്നാൽ ആ മകനെ എങ്ങനെ വളർത്തണം, അതിന് അങ്ങയുടെ ആഗ്രഹം ഞങ്ങൾക്കറിയണം. ആ മകനെ വളർത്തുന്നതിന് മുമ്പ്, ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എങ്ങനെയായിരിക്കണം, ഞങ്ങളെങ്ങനെയായിരിക്കണം, ഇതാണ് ഈ മനോഹയുടെയും ഭാര്യയുടെയും പ്രാർത്ഥന. അതിനുവേണ്ടിയാണ് ദൈവമേ ഞങ്ങളെ ഒന്നുകൂടെ സന്ദർശിക്കണം, ഞങ്ങളെ ഒന്നുകൂടെ സന്ദർശിക്കണം. ജനിക്കുവാനുള്ള മകന്റെ കാര്യത്തിൽ ദൈവഹിതം എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടെ അറിയിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് മക്കളുണ്ട്. എന്നാൽ മക്കളെ എങ്ങനെ വളർത്തണം, അതിന് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കാറുണ്ടോ? ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ദൈവമേ, അങ്ങ് ഇവിടെ ശിംശോനെ ലഭിക്കുമെന്നുള്ളത് ഉറപ്പായി, അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല. എന്നാൽ ശിംശോൻ ലഭിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന മകനെ എങ്ങനെ വളർത്തണമെന്ന് പറഞ്ഞു തരണം, ഞങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞു തരണം, അതിനായിട്ട് നീ ഒന്നുകൂടെ ഞങ്ങളെ സന്ദർശിക്കണം. ഇതായിരിക്കട്ടെ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യങ്ങൾ. മക്കളെ വളർത്തുന്നതിൽ പോലും ദൈവത്തിൻ്റെ ഇഷ്ടം ആരായുവാനുള്ള ഒരു ആഗ്രഹം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം എനിക്ക് തന്ന മക്കളെ വളർത്തണം എന്നുള്ളത് ദൈവത്തോട് ചോദിക്കുവാനുള്ള ആഗ്രഹം, ഇതായിരിക്കട്ടെ. ആ സംഭാഷണങ്ങളൊക്കെ വളരെ ഹൃദ്യമാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാനതൊക്കെ വിടട്ടെ. തങ്ങളെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുന്ന കുടുംബത്തിൻ്റെ ഐക്യത അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് അറിയാം, യോശുവയും പറഞ്ഞതാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ മനോഹയുടെ കുടുംബത്തിൻ്റെ ഐക്യം നമുക്ക് എല്ലാ രംഗങ്ങളിലും കാണുവാനായിട്ട് കഴിയും. അവർ ഒരുമിച്ച് ദൈവത്തെ അന്വേഷിക്കുകയാണ്. അതുപോലെ തന്നെ വസ്തുതകളെല്ലാം ഒരുമിച്ച് പറയുകയാണ്. മനോഹയുടെ ഭാര്യയ്ക്ക് ലഭിച്ച കാര്യം മറച്ചു വയ്ക്കുന്നില്ല, ഓടിച്ചെന്ന് ഭർത്താവിനോട് പറയുകയാണ്, ഭർത്താവിനെയും കൂടെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. ഒരുമിച്ച് സംസാരിക്കുവാൻ, കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ മനസ്സുള്ള കുടുംബം, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം, ഒരുമിച്ച് അതിഥിയെ സൽക്കരിക്കുന്ന കുടുംബം, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന കുടുംബം, ദൈവത്തെയും ദൈവപുരുഷനെയും ബഹുമാനിക്കുന്ന കുടുംബം, മക്കളുടെ കാര്യത്തിൽ ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുന്ന കുടുംബം, ദൈവഹിതപ്രകാരം ദൈവം സംസാരിക്കുവാൻ ഇടപെടുവാൻ ആഗ്രഹിച്ച കുടുംബം. പ്രിയമുള്ളവരെ, എങ്ങനെയുള്ള കുടുംബത്തിലും എങ്ങനെയുള്ള വ്യക്തി ജീവിതത്തിലുമാണ് ദൈവം ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? അവൻ പറയുന്നത് കേൾക്കുവാനും അത് അനുസരിക്കുവാനും താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ദൈവം തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഇടപെടുകയുള്ളൂ. പറയുന്നത് അനുസരിക്കുവാൻ താല്പര്യമില്ല, അത് കേൾക്കുവാൻ ഉള്ള മനോഭാവമില്ല,
നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാം ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് പലപ്പോഴും നമ്മുടെ ആ ഇഷ്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ അവൻ താല്പര്യപ്പെടുന്നില്ല. ഞാനിങ്ങനെ ഒരു സംഭവമാണ്. ഒരിടത്ത് ഒരു ആത്മീകയായ ഒരു ഭാര്യ, ആ ഭാര്യയുടെ ഭർത്താവ് വളരെ വളരെ ദുർമാർഗി എന്ന് പറഞ്ഞാൽ കോപിഷ്ഠക്കാരനാണ്, ഭയങ്കര കോപിഷ്ഠക്കാരനാണ്. പലപ്പോഴും വീട്ടിൽ കടന്നു വന്നിട്ട് ബഹളമുണ്ടാക്കുക, ഭാര്യയെ മർദ്ദിക്കുക, ഇതൊക്കെയാണ് തൻ്റെ പൊതു സ്വഭാവം. ഈ ആഹാരമൊക്കെ കൊണ്ടുവച്ച് കൊടുക്കുമ്പം അതിന് കുറ്റം പറഞ്ഞ് അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് കഥകൊക്കെ പിടിച്ച് അടിച്ച് വെളിയിലോട്ട് പോവുക. നമ്മളൊന്നും അങ്ങനെയുള്ളവരല്ല. എന്ത് കിട്ടിയാലും സ്തോത്രത്തോടുകൂടെ പ്രാർത്ഥിച്ച് കഴിക്കുന്നവരാണ് അല്ലേ, പ്രത്യേകിച്ച് ഭാര്യയല്ലേ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്നത്. എന്നാൽ ഈ ഭർത്താവ് അങ്ങനെയല്ല. മറ്റൊരു കാര്യം, ഈ എന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാക്കിയിട്ട് ഭർത്താവിനൊരു സ്വഭാവമുണ്ട്. മുറിയിൽ നിന്ന് അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. പലരുടെയും വീടുകളിൽ അങ്ങനെയൊക്കെയാണ്, നമ്മുടെ അല്ല. ഈ സമയം ഭാര്യ എന്ത് ചെയ്യുന്നറിയാമോ? മുറിക്കകത്തേക്ക് കയറും, വാതിലടയ്ക്കും, പ്രാർത്ഥിക്കും. ഇത് പലപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ, നടന്ന കാര്യമാണ്. ഇതിങ്ങനെ ആവർത്തിക്കും. അപ്പോഴേ ഈ ആയിരിക്കും പ്രാർത്ഥിക്കുക എന്നാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ ഈ ഭാര്യ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് അറിയണം. ഇവളെന്താ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥന കേൾക്കുന്നതിന് വേണ്ടി ഈ ഭർത്താവ് ഒരു ദിവസം ഈ ഭാര്യ മുറിയിലോട്ട് കയറിയപ്പോൾ ഭർത്താവ് അവളുടെ പ്രാർത്ഥന എന്താണെന്ന് കേൾക്കുവാനായിട്ട് ഒളിച്ച് നിന്ന് കേൾക്കുകയുണ്ടായി. ആ ഭാര്യ ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്: ദൈവമേ, ഭർത്താവിൻ്റെ സന്തോഷത്തിനായിട്ട്, ഭർത്താവിൻ്റെ ആഗ്രഹത്തിനായിട്ട് ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം, എന്നിലുള്ള കുറ്റങ്ങൾ എന്താണെന്ന് എന്നെ ബോധ്യപ്പെടുത്തി എന്നെ അറിയിക്കണമേ. ഭർത്താവിൻ്റെ സന്തോഷത്തിനായിട്ട് ജീവിക്കുവാൻ എന്നെ പ്രാപ്തയാക്കണമേ. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ വിചാരിക്കുന്നു, ഞാനെന്ത് കുറ്റം ചെയ്തു? അദ്ദേഹമല്ലേ ചെയ്തത്, അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി. അത് നല്ല കാര്യമാണ്, പ്രാർത്ഥിക്കണം. പക്ഷേ ഈ ഭാര്യ പ്രാർത്ഥിച്ചത്, ദൈവമേ, എന്നിലുള്ള കുറവുകൾ എന്താണ്? എൻ്റെ ഭർത്താവിൻ്റെ സന്തോഷത്തിന് തടസ്സം നിൽക്കുന്ന എന്നിലുള്ള കുറവുകൾ എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ. ഭർത്താവിൻ്റെ സന്തോഷത്തിനായിട്ട് ജീവിക്കുവാൻ, തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി എന്നെ അനുയോജ്യയാക്കി തീർക്കണമേ. ഈ പ്രാർത്ഥന കേട്ട ഭർത്താവ് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഭാര്യയോട് വന്ന് ക്ഷമ ചോദിച്ചെന്ന് മാത്രമല്ല, ഭാര്യ സേവിച്ചു വന്ന ഈ ദൈവത്തെ കണ്ടെത്തുവാനും അവർ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും തുടങ്ങി എന്നുള്ളത് എത്രയോ നല്ല കാര്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവരുവാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അതല്ല എൻ്റെ കുറവുകൾ പരിഹരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ആക്കി എന്നിലൂടെ മറ്റുള്ളവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനിടയാകണം. നമ്മിലുള്ള കുറവുകൾ കണ്ടെത്തുവാനും അത് പരിഹരിക്കുവാനും നാം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രാർത്ഥന അത് തന്നെയാണ്. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ഇഷ്ടം, സങ്കീർത്തനം 40:8. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ഗ്രഹിക്കാനും അനുസരിക്കുവാനും നമ്മെ ദൈവം സഹായിക്കണം. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കാം. എൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണല്ലോ. പ്രിയമുള്ളവരെ, ബുദ്ധിഹീനർ ആകാതെ
കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുവാനായിട്ട് ദൈവസന്നിധിയിൽ പോകാറുണ്ടോ? അതോ നമ്മുടെ കുറേ മോഹങ്ങളുമായിട്ട് ഇങ്ങനെ എപ്പോഴും ദൈവത്തെ ചെന്നിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണോ? അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതുമാത്രം പോരാ. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം വെളിപ്പെടുത്തണം. നാം ഓരോ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം ആണോ എന്ന് പരിശോധിക്കുവാനും അത് തിരിച്ചറിയുവാനും അത് ഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികം ആക്കുവാനും ഇടയാകണം എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിഹീനരാ, അജ്ഞാനികളാ. ജ്ഞാനികൾ ആണെങ്കിൽ നാം ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയും. മാത്രമല്ല സമയം തക്കത്തിൽ ഉപയോഗിക്കും. ഇനിയൊരു ജീവിതം നമുക്ക് ഈ ഭൂമിയിലില്ല. ഒരേ ഒരു ജീവിതമാണ് നമുക്കുള്ളത്. അത് ദൈവഹിതത്തിന് വേണ്ടി എന്നെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം ജീവിപ്പാൻ, അതിനനുസരിച്ച് എന്നെ തന്നെ അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ. ഈ ശമൂവേൽ പ്രവാചകനെ കുറിച്ച് ഞാൻ എഴുതിയെന്ന് പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്നെ ആകർഷിച്ചത് ശമൂവേൽ പ്രവാചകൻ്റെ ആ എളിമയും സമർപ്പണവുമാണ്. ദൈവമേ, അരുളി ചെയ്യണം, അടിയൻ ഇതാ. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുന്നതിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ടിടയാകണം. അതുകൊണ്ടാണ് ഏലി പുരോഹിതൻ്റെ കുടുംബത്തിൽ വരുവാനായിട്ട് പോയ ആ ന്യായവിധിയെക്കുറിച്ച് ഏലി പുരോഹിതനോട് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അത് ഈ ബാലനായ ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞ് ഏലി പുരോഹിതനോട് അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്നും മറച്ചു വയ്ക്കാതെ ദൈവം വെളിപ്പെടുത്തിയത് അതുപോലെ ഈ ശമൂവേൽ പ്രവാചകൻ ഏലിയോട് പറയുകയാണ്. ഏലിയോട് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പിലാക്കുന്നതിൽ മറ്റുള്ളവരുടെ ഇഷ്ടമൊന്നും അവിടെ നോക്കിയില്ല. നമ്മും ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പിലാക്കാനായിട്ട് നാം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടം ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരും, മറ്റുള്ളവരുടെ ഇഷ്ടവും മാറ്റിവെക്കേണ്ടി വരും. അപ്പോൾ അത് പിതാവല്ലേ പറഞ്ഞത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, പിതാവിൻ്റെ ഇഷ്ടം, എൻ്റെ പിതാവിന് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ അപ്പൻ്റെ ഇഷ്ടം ദൈവഹിതത്തിന് വിപരീതമാണ് എന്നറിഞ്ഞാൽ അതും നമ്മൾ പ്രാർത്ഥനയോടുകൂടെ നിരസിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, നാം മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, മക്കളോട് പറയുന്ന കാര്യങ്ങൾ ദൈവഹിതത്തിന് വിപരീതമാകരുത്. ദൈവ ഇഷ്ടം അനുസരിച്ചുള്ള കാര്യങ്ങൾ വേണം അവരോട് പറയുവാനും അവരെ ചെയ്യിക്കുവാനും. ഇത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദൈവഹിതം ഇന്നതെന്ന് ഗ്രഹിച്ചറിയണം. ബുദ്ധിഹീനരാകാതെ ദൈവഹിതം, കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. ഇതൊരു കൽപ്പനയാണ്, ഗ്രഹിച്ചു കൊള്ളുവിൻ. നമ്മുടെ ശിഷ്ട ജീവിതമെങ്കിലും ഇനിയുള്ള ജീവിതമെങ്കിലും ദൈവഹിതത്തിന് അറിഞ്ഞ് നാം നമ്മുടെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം മാത്രം ദൈവത്തെ കൊണ്ട് ചെയ്യിക്കുവാൻ ശ്രമിക്കാതെ ദൈവത്തിൻ്റെ ഹിതം കൂടെ ആരാഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ വരുന്ന ദിവസങ്ങളിൽ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. എന്നെയും നിങ്ങളെയും അതിന് ഇടവരുത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം ഒരവസരം തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും ദൈവത്തോടുള്ള സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ ശക്തമായൊരു സന്ദേശത്തിന് മുമ്പാകെ ഈ വൈകുന്നേര സമയം നാം ആയിരിക്കുകയായിരുന്നു. അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് നടപ്പാൻ നിങ്ങൾ സൂക്ഷ്മതയോടെ ആയിരിപ്പീൻ. എന്താണ് അജ്ഞാനം? കർത്താവ് യേശുക്രിസ്തു നൽകുന്ന അറിവ്, അബുദ്ധി, ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ്, കർത്താവിനെക്കുറിച്ചുള്ള അറിവ്, നാളെയെക്കുറിച്ചുള്ള അറിവ്, ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്. എൻ്റെ ജീവിതത്തിലൊരു കുറവ് സംഭവിച്ചാൽ ദൈവം എന്തു ചെയ്യുമെന്നുള്ള തിരിച്ചറിവ്, എനിക്ക് ചെയ്യാൻ പാടില്ലാത്തതിനെക്കുറിച്ചുള്ള അറിവ്, എനിക്ക് ചെയ്യാൻ ദൈവം അധികാരപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ്. ആ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ സൂക്ഷ്മതയോടെ അത് നിവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കുണ്ടാകും. ഒരു പാപത്തിൽ നിന്ന് ഓടി മാറുവാൻ നമുക്കതിന് കഴിയും. ഞാൻ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങളിലൂടെ നാം കടന്നു പോവുകയായിരുന്നു. കർത്താവിൻ്റെ ദാസനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുമ്പോൾ
ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ നമുക്ക് പറയാൻ കഴിയുന്നത്, കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ സമ്പൂർണ്ണമായി ജ്ഞാനത്തോടെ നടക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഏറെക്കുറെ ദൈവവചനത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ന്യായവിധികളെക്കുറിച്ചും എനിക്കറിയാം. എന്നാൽ ആ ഭയത്തോടും ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധത്തോടും കൂടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ ഇതൊന്നും കർത്താവ് കാണുന്നില്ല എന്നും എനിക്കെന്തും ചെയ്യാൻ കഴിയും എന്നൊക്കെ നാം മാനുഷികമായിട്ട് ചിന്തിച്ചു എന്ന് വരാം. എന്നാൽ വചനം പറയുന്നു, എല്ലാ വ്യക്തികളുടെയും രഹസ്യവും പരസ്യവുമായ സകല പ്രവൃത്തികളും ന്യായം വിധിക്കുന്നൊരു ദിവസം വേഗം ആസന്നമായിരിക്കുന്നു. ആ സിംഹാസനത്തിന് മുമ്പിൽ ഞാനും നിങ്ങളും നിൽക്കാനായിട്ട് പോകുകയാണ്. നമ്മുടെ പേര് വിളിച്ച് നാം ചെയ്ത പ്രവൃത്തികളെല്ലാം ദൈവം ഇവിടെ വെളിപ്പെടുത്താനായിട്ട് പോകുകയാണ്. അയ്യോ, ഞാൻ ചെയ്തില്ല, അറിഞ്ഞില്ല എന്ന് പറയാൻ ഒരു തരവുമില്ല. അന്ന് നമ്മുടെ പ്രവൃത്തികളെ ദൈവം ശോധന കഴിക്കുമ്പോൾ നിലനിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടാകുവാൻ ആ തീരുമാനത്തോടെ നമുക്കായിരിക്കട്ടെ. ഈ വർഷത്തെ അവസാനത്തെ ഒരു പ്രാർത്ഥനാ മീറ്റിംഗാണ് ഇന്ന് നടക്കുന്നത്. അടുത്ത ആഴ്ച ഇയർ എൻഡിങ് മീറ്റിങ്ങും പ്രോഗ്രാം ഉള്ളതുകൊണ്ട് നമുക്ക് മീറ്റിംഗ് ഇല്ല. എന്നാൽ ഇനി ജനുവരി ഫസ്റ്റ് വീക്കിലേക്കാണ് നാം കടന്നു വരുന്നത്. ഈ കഴിഞ്ഞ പോകുന്ന ഒരു വർഷക്കാലം വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം വിശ്വസ്തനായിരുന്നു, എത്രമാത്രം സഹായകനായിരുന്നു, പരിപാലകനായിരുന്നു. അത്രയും വിശ്വസ്തത ദൈവസന്നിധിയിൽ കാഴ്ചവെപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു സമർപ്പണത്തോടെ, ഒരു ഏറ്റുപറച്ചിലോടെ, കർത്താവേ, എനിക്ക് കഴിഞ്ഞിട്ടില്ല, എനിക്ക് സാധിച്ചില്ല, എന്നാൽ നാളെ അവിടുന്ന് ആയുസ്സും ആരോഗ്യം തരുന്നുവെങ്കിൽ അങ്ങ് ആഗ്രഹിക്കുന്ന നിലയിൽ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനിയോടുകൂടെ, ജ്ഞാനിയായി തന്നെ കർത്താവിനെ ഭയപ്പെട്ട് ജീവിപ്പാൻ ഞാനും ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസനിലൂടെ കേട്ട വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ സമർപ്പണത്തോടെ, ആ ഒരു പ്രാർത്ഥനയോടുകൂടെ ഈ മീറ്റിങ്ങിൽ നിന്ന് നമുക്ക് കടന്നു പോകാം. കർത്താവിൻ്റെ ദാസനോടുള്ള എല്ലാ നന്ദിയും TBFൻ്റെ പേരിൽ അറിയിച്ചു കൊള്ളുന്നു. ദൈവം കർത്താവിൻ്റെ ദാസനെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ പുസ്തകത്തോടുള്ള ബന്ധത്തിലും നിങ്ങൾ വേണ്ട പ്രതികരിക്കുക, അത് വാങ്ങുക, അത് വാങ്ങി നിങ്ങൾ കടന്നു പോകണം. അടുത്ത ബുക്കിൻ്റെ പ്രദർശനത്തോടുള്ള ബന്ധത്തിലും പ്രിയദാസനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് വളരെ അനുഗ്രഹമായി തീർന്നു എന്നറിഞ്ഞതിൽ ഞാനും ദൈവത്തെ സ്തുതിക്കും. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിച്ച് ഇന്ന് നമുക്ക് പിരിഞ്ഞു പോകാം. കരുണാസമ്പന്നനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗപിതാവേ, ഇന്ന് രാത്രിയിലും അവിടുത്തെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്കൊരുമിച്ച് പല സ്ഥലത്തു നിന്ന് കടന്നു വന്ന് അനേക ഗാനങ്ങൾ പാടി കേട്ട് ഞങ്ങൾക്ക് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് ഇടയായല്ലോ. സ്തോത്രം. ഗാനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയതിന് ഞങ്ങളും കൊണ്ട് നന്ദി പറയും. ഗാനം ആലപിച്ച് പ്രിയപ്പെട്ടവരെ ദൈവം ഏറ്റവും അനുഗ്രഹിക്കണം. സ്തോത്രം. അതിനുശേഷം അവിടുത്തെ തുറക്കപ്പെട്ട വചനത്തിനു മുമ്പാകെ, ശക്തമായ വചനത്തിനു മുമ്പാകെ ഞങ്ങളായിരുന്നപ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുള്ളവരാണ്. കർത്താവേ, ഞങ്ങളാരും പൂർണ്ണമായി തികഞ്ഞവരല്ല. എന്നാലും ഞങ്ങളൊന്ന് സമ്മതിക്കുന്നു. കർത്താവേ, ആ കുറവിനെ പരിഹരിക്കുവാൻ ഞങ്ങളുടെ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. അവിടുത്തെ വലിയ കൃപ ഞങ്ങളോടുകൂടെ ഉണ്ടാകണം. ഇന്ന് രാത്രിയിൽ ഒരു പുതിയ മനസ്സോടുകൂടെ ദൈവവചനത്തെക്കുറിച്ചുള്ള, ഞങ്ങളെക്കുറിച്ചുള്ള, ദൈവത്തെക്കുറിച്ചുള്ള, നാളെക്കുറിച്ചുള്ള ഒരു ശരിയായ അറിവോടുകൂടെ ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ആരാണെന്നുള്ളത് മറന്നു പോകുവാൻ അവിടുന്ന് ഇടയാകരുതേ. കർത്താവേ, ഭയത്തോടും വിറയലോടും ദൈവഭക്തിയോടും കൂടെ ഞങ്ങളുടെ മുമ്പിൽ ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് വെപ്പാൻ ഞങ്ങളെ ഇടയാകണമേ. ഞങ്ങളുടെ വാക്കും ഞങ്ങളുടെ നോട്ടവും പ്രവൃത്തികളുമെല്ലാം, ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായതെല്ലാം കർത്താവേ, അങ്ങേക്ക് ഹിതകരമായത്, ഇഷ്ടമായത് മാത്രമാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, ആ സമർപ്പണത്തോടെ ഞങ്ങളായിരിക്കട്ടെ. ഒരു വർഷക്കാലം കൂടെ ഞങ്ങളുടെ മീറ്റിങ്ങിനെ ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. അനേക ദൈവദാസന്മാർ കടന്നു വന്ന് ദൈവവചനം പ്രസംഗിപ്പാൻ, പഠിപ്പിക്കുവാൻ അവിടുന്ന് കൃപ തന്നല്ലോ. സ്തോത്രം. ദൈവം ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, അനേക ശുശ്രൂഷകൾ പ്രവർത്തിപ്പാൻ അവിടുന്ന് ഇടയായല്ലോ. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവ് താമസമെങ്കിൽ അടുത്ത മാസം അടുത്ത വർഷം ആരംഭിക്കുമ്പോൾ കൂടുതലായി കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ, കൂടുതൽ ആളുകളെ കർത്താവിലേക്ക് നേടുവാൻ ഈ മിനിസ്ട്രിയിലൂടെ കർത്താവെ അവിടുന്ന് അനുവദിക്കണം. സ്തോത്രം. ഈ വർഷം അവസാനത്തെ മീറ്റിംഗ് ആയിട്ട് തന്നെ കൂടുവാൻ ദൈവം കൃപ തന്നതിന് നന്ദി. കർത്താവെ, പ്രാർത്ഥനയോടെ, പ്രത്യാശയോടെ, നല്ല തീരുമാനങ്ങളോടെ ഞങ്ങൾ പിരിഞ്ഞു പോകട്ടെ.
കർത്താവിൻ്റെ ദാസനെ ഏറ്റവും അനുഗ്രഹിക്കണം. എൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് പ്രിയപ്പെട്ടവരെ, കടന്നു വന്നവരെ ദൈവം ഏറ്റവും അനുഗ്രഹിച്ചാട്ടെ, എല്ലാ നന്മകളാൽ നിറച്ചാട്ടെ. തന്ന എല്ലാ നന്മകൾക്കും ഞങ്ങളും കൂടെ നന്ദി പറയുന്നു. വീണ്ടും കാണുന്നത് വരെ അവിടുത്തെ കൃപയുടെ മറവിൽ ഞങ്ങളെ പൊതിയണം. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. അങ്ങേക്ക് ഹിതകരമല്ലാത്തതൊന്നും ചെയ്യുവാൻ ഇടയാകാതെ ദൈവഹിതമായത് മാത്രം ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഇടയാകണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. വീണ്ടും വരുന്ന കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും കർത്താവിൻ്റെ വചനം സംസാരിച്ച ദൈവദാസനോടും കേട്ട നാം ഓരോരുത്തരോടും, ഒരുപക്ഷെ ഇനി കേൾക്കുന്ന സകല ദൈവമക്കളോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം.